കീം എക്സാം 2024 ഒരുപാട് പരാതികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ അവർ ഫോളോ ചെയ്തിട്ടുള്ള നോർമലൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയേഴ്സ് പ്രശ്നങ്ങളുണ്ടോ? ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കീം എക്സാം വീണ്ടും നടത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വീണ്ടും പബ്ലിഷ് ചെയ്യേണ്ടതുണ്ടോ? അവിടെ ബോർഡ് എക്സാമിൻ്റെ മാർക്ക് ഒഴിവാക്കി കീം മാർക്ക് ലിസ്റ്റ് മാത്രം വെച്ചിട്ട് നമ്മൾ പുതിയൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടതുണ്ടോ? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ദ വീഡിയോ. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തൊരാൾ ഞാൻ തന്നെയാണ്. കീം എക്സാമിൽ സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിൽ കാര്യമായി മാർക്കിൽ പിന്നോട്ട് പോയതുമായി ബന്ധപ്പെട്ട് 2-3 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിൻ്റെ വോയിസ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോഴും പത്രങ്ങളിലൊക്കെ വരുന്ന ഒരു റിപ്പോർട്ട്, അതേപോലെ തന്നെ അതിൽ കോമൺ സെറ്റ് ചെയ്തൊരു നെറേറ്റീവ് അല്ലെങ്കിൽ സംസാരിക്കപ്പെടുന്ന ഒരു വിഷയം എന്നുള്ളത് ഇതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയറിൽ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ പിന്നിൽ പോയത് എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെയാണ് ഞാൻ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇത് അനലൈസ് ചെയ്യുമ്പോൾ പല ബാക്ക്ലാഷും എനിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും നമ്മളിവിടെ കൃത്യമായ പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ഈ പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്താലേ ആക്ച്വലി ഇതുകൊണ്ട് നമ്മൾ കോടതിയിൽ പോയിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വലിയൊരു അനീതി ഈ ഒരു നോർമലൈസേഷൻ പ്രൊസീജിയറിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് കീമിലെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ നോർമലൈസേഷൻ പ്രൊസീജിയർ എന്നുള്ളത്? 2 തരത്തിലുള്ള പ്രൊസീജിയേഴ്സാണ് നടക്കുന്നത്. ഒന്ന് കേരള എഞ്ചിനീയറിംഗ് സ്കോറുമായി ബന്ധപ്പെട്ടാണ്. കേരള എഞ്ചിനീയറിംഗ് എന്നുള്ളത് പല സെഷൻസിലായി നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു നോർമലൈസേഷൻ പ്രൊസീജിയർ അവിടെ നടക്കുന്നുണ്ട്. ഓരോ സെഷൻ്റെയും ടഫ്നെസ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 300 മാർക്കിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. അതായത് 600 മാർക്കിലെ നിങ്ങളുടെ പേപ്പർ എടുത്ത് നേരെ 300 മാർക്കിലാക്കുകയല്ല ചെയ്യുന്നത്. അതിൽ പല സെഷൻസിലായിട്ട് നടക്കുന്ന ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി അതിൻ്റെ ഒരു നോർമലൈസേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. ഇതിനെക്കുറിച്ച് അധികം ആൾക്കാരൊന്നും പരാതി പറഞ്ഞ് കേട്ടിട്ടില്ല. മേ ബി 5 സെഷനിലായി നടന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത് നോർമലൈസേഷൻ അല്ല, സ്റ്റാൻഡർഡൈസേഷൻ ആണ്. അതായത് ബോർഡ് എക്സാം പല സെഗ്മെന്റിൽ എഴുതിയ, ICSE എഴുതിയ, CBSE എഴുതിയ, സ്റ്റേറ്റ് സിലബസിൽ എഴുതിയ കുട്ടികളുണ്ടാവും. അതിൽ തന്നെ സ്റ്റേറ്റ് സിലബസിൽ എഴുതിയ കുട്ടികളെ എല്ലാവരെയും ഒരുമിച്ചാണോ പരിഗണിക്കുന്നത്? അല്ല, ഈ വർഷം എഴുതിയ കുട്ടികളുണ്ടാവും, കഴിഞ്ഞ വർഷം എഴുതിയ കുട്ടികളുണ്ടാവും, അതിന് മുൻപത്തെ വർഷം എഴുതിയ കുട്ടികളുണ്ടാവും. ഇങ്ങനെ പല രീതിയിൽ പല വർഷങ്ങളിലായിട്ട് എഴുതിയ കുട്ടികളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവരെ എല്ലാം വ്യത്യസ്തമായി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ആക്ച്വലി സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് വരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതൊരു കോർട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സാണ്. നമ്മളിതിന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ വർഷം പുതുതായിട്ട് വന്നൊരു സംഭവമല്ലത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതേ ഫോർമുല സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കീമിൻ്റെ പ്രോസ്പെക്ടസിലും മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ നടക്കുന്നത്? ഈ സ്റ്റാൻഡർഡൈസേഷൻ നടക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇതിനെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ള മാർക്കിനെ ഒരു 300ലോട്ട് ഏകീകരിച്ചിട്ടാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇതിന് വിവിധ ബോർഡുകളിൽ പരീക്ഷ എഴുതിയവരുടെ മാർക്കുകൾ ഏകീകരിക്കുവാനായിട്ട് 2009 മുതൽ 2024 വരെയുള്ള ഈ പല ബോർഡുകളിലുള്ള ഗ്ലോബൽ മീൻ എടുക്കുകയും, മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് എടുക്കുകയും, ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുകയും, ഇത് എടുത്തിട്ടാണ് ഇവരൊരു ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ഈ സ്റ്റാൻഡർഡൈസേഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഫോർമുല നിങ്ങൾക്ക് കീം പ്രോസ്പെക്ടസ് എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ വർഷം സംഭവിച്ചിട്ടുള്ളത്? കഴിഞ്ഞ വർഷമൊക്കെ ഇതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയറിൽ അപ്ലൈ ചെയ്തത്. ആക്ച്വലി ഞങ്ങളൊക്കെ പരീക്ഷ എന്ന സമയത്ത് കീം സ്കോർ മാത്രമാണ് പരിഗണിച്ചത്. അത് കഴിഞ്ഞ് ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടാണ് +2 മാർക്ക് കൂടി പരിഗണിക്കാൻ തുടങ്ങിയത്. ഈ +2 മാർക്ക് പരിഗണിക്കാൻ തുടങ്ങിയപ്പോൾ വന്ന വലിയൊരു പ്രശ്നമായിരുന്നു CBSE സ്റ്റുഡൻസ് പിന്നിൽ പോകുന്നു എന്നുള്ളത്. കാരണം CBSE സ്റ്റുഡൻസിന് സ്റ്റേറ്റ് സിലബസിൻ്റെ അത്ര എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് മാർക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് അവർ പിന്നിൽ പോകുന്നു എന്നുള്ളത്. ഈ ഒരു പരാതി ശക്തമായപ്പോഴാണ് സ്റ്റാൻഡർഡൈസേഷൻ ഇത് കോർട്ടിലെത്തുകയും സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് കൊണ്ടുവരികയും ചെയ്തത്. ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് കൊണ്ടുവന്നപ്പോഴും അതിനുശേഷവും നിങ്ങൾക്ക് 2-3 വർഷം മുമ്പത്തെ വാർത്തകൾ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും, അതിൽ പരാതികളുണ്ടായിരുന്നു. ആക്ച്വലി വീണ്ടും CBSE സ്റ്റുഡൻസ് എന്നിട്ടും പിന്നിൽ പോകുന്നു എന്നുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ര വ്യാപകമായി വന്നിട്ടില്ല. ചില ഔട്ട്ലയേഴ്സ് ഒക്കെ വന്നതായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ അത്രത്തോളം ഡാറ്റ എടുത്തില്ല. പക്ഷേ ഒരിക്കലും സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മാർക്ക് കുറയുന്നു എന്നുള്ളൊരു പരാതി കിട്ടിയിട്ടില്ല. പിന്നെ ഈ വർഷം മാത്രം എന്താ ഉണ്ടാവാൻ കാരണം? ഇതാണല്ലോ ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. കാരണം ഈ വർഷം പുതുതായിട്ട് എന്തെങ്കിലും സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലാണോ അപ്ലൈ ചെയ്യുന്നത്? അശാസ്ത്രീയമായ എന്തെങ്കിലും ആണോ? എനിക്ക് തോന്നുന്നില്ല. ഇത് അശാസ്ത്രീയമാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഫോളോ ചെയ്തത് എന്താണ്? അശാസ്ത്രീയമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഈ വർഷം എന്താണ് പ്രശ്നം? ഈ വർഷം സ്റ്റേറ്റ് സിലബസിലും മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും 300-ൽ 300 നേടിയ ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്.
വളരെ കൂടുതലാണ്. എന്നാൽ മറ്റ് ബോർഡ്സിലോ ഇത് വളരെ കുറവാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മുടെ ബോർഡിലെ ഒരു മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ ഡേറ്റ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2008 ആക്ച്വലി ബോർഡ് എക്സാമിൻ്റെ മാർക്ക് എന്നുള്ളതിൻ്റെ മീൻ ആവറേജ് എന്നുള്ളത് അത് മാത്തമാറ്റിക്സിൽ 67 മാർക്കായിരുന്നു. അതെന്തായിട്ടുണ്ട്? അത് 75 മാർക്കായിട്ടുണ്ട്. എന്ന് 2024 അത് 75 മാർക്കായിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടിയിട്ടുണ്ട്. മാത്സിൽ 74 മാർക്കായിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 17 എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ മീൻ മാർക്ക് എന്നുള്ളത് ഫിസിക്സിൽ 75 കെമിസ്ട്രിയിൽ 76. ഓക്കെ, ഇനി 2021 പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 40 സംതിങ് മാർക്കാണ് കുറഞ്ഞതെന്ന് കണ്ടു അല്ലേ? എന്താ അതിന് കാരണം? 2024 മീൻ മാർക്ക് നിങ്ങൾ നോക്കുക, 84 മാർക്കാണ് മാത്സിലെ ആവറേജ് മാർക്ക്, 78 അതേപോലെ തന്നെ കെമിസ്ട്രിയിൽ 83. വളരെ ഹൈ ആവറേജ് ആണ് 2021 വന്നിട്ടുള്ളത്. അതാണ് 2023 കുട്ടികൾക്ക് 2024 കുട്ടികളെക്കാളും 2021 റിപ്പീറ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഇത്രയധികം മാർക്ക് ഡിഫറൻസ് വരാനുള്ള കാരണം അതാണ്. 2023 വരുമ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും 72 ആണ്. പക്ഷേ ഈ വർഷം 75-76 ആണ്. അപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്? 2023 പരീക്ഷ എഴുതിയ റിപ്പീറ്റേഴ്സ് ആയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 27 മാർക്ക് കുറയാതിരിക്കാനുള്ള കാരണവും അതാണ്. ഇനി നിങ്ങൾ അതിന് മുമ്പത്തെ വർഷങ്ങൾ പോയാൽ എന്തുകൊണ്ട് പരാതികൾ വന്നിട്ടില്ല? നിങ്ങൾ നോക്കൂ, 2020 നിങ്ങൾ നോക്കൂ. 2020 മാത്സിലെ ആവറേജ് മാർക്ക് 59 ആണ്, ഫിസിക്സിൽ 70 ആണ്, കെമിസ്ട്രിയിൽ 71 ആണ്. അപ്പോൾ അവിടുന്ന് വലിയൊരു ജമ്പാണ് ആക്ച്വലി 2024 വന്നപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന ഈ ജമ്പ് CBSE ഉണ്ടായിട്ടില്ല. ഓക്കെ, നമുക്ക് ഒരു മാർക്ക് ഇൻഫ്ലേഷന് ബേസിക്കലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫോർമുലക്കല്ല പ്രശ്നം, ആക്ച്വലി നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാർക്ക് ഇൻഫ്ലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഈ മാർക്ക് ഇൻഫ്ലേഷൻ ഏതൊക്കെ രീതിയിൽ വരാം? ഒന്ന്, കൂടുതൽ ഉദാരമായിട്ടില്ല. ഇപ്പോൾ 2021 സ്വാഭാവികമായിട്ട് സംഭവിച്ചിരിക്കുക കോവിഡ് സമയത്ത് നടന്ന പേപ്പേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ലീനിയൻസ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായി വന്നിട്ടുണ്ട്. എന്തായാലും ഈ റിപ്പീറ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്താ പറയുക, എടുത്തു പറയത്തക്ക ആൾക്കാർ ഇതിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മൾ 2024 വരുമ്പോൾ ഇവിടെ 300 വാങ്ങിയ ആൾക്കാർ എണ്ണം കൂടുതലാണ്. അപ്പുറത്തെ CBSE ICSE നോക്കുമ്പോൾ ചിലപ്പോൾ 300 വാങ്ങിയ ആൾക്കാർ വിരലെണ്ണവരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവരുടെ മാർക്ക് സ്വാഭാവികമായിട്ട് ആ ഫോർമുല പ്രകാരം കുറയും. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ വളരെ അർഹരായിട്ട് വാങ്ങിയ 300 വാങ്ങിയാൽ തന്നെ പൂർണ്ണമായും അർഹത വാങ്ങിയ ആൾക്കാരുണ്ടാവും. എന്നാൽ മേ ബി 2-3 മാർക്ക് കുറയേണ്ട ആൾക്കാരും ഉണ്ടാവാം. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കല്ല. കാരണം എല്ലാ 300 വാങ്ങിയ ആൾക്കാരുടെ ഫുൾ മാർക്ക് വാങ്ങിയ ആൾക്കാരും മുഴുവനായിട്ടും അതിന് അർഹരാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കൂല. കാരണം ഇത് ഈടുണ്ടായിട്ടുള്ള ട്രെൻഡാണ് ഫുൾ മാർക്ക് വരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ 2007 +1 ജോയിൻ ചെയ്യുന്നത്. 2007 എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരാൾക്ക് ഫുൾ മാർക്ക് ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് കിട്ടിയത്. ഷെബിനം, അതേപോലെ ഫസ്റ്റ് റഹ്മാൻ, ഇങ്ങനെ 1-2 ആളുകൾക്ക് ഫുൾ മാർക്ക് അവർ ആ വർഷങ്ങളിലാണ് സ്കോർ ചെയ്യുന്നത്. അന്ന് വലിയ വാർത്തയായിരുന്നത്. ഇന്ന് ഫുൾ മാർക്ക് വാങ്ങണ വാർത്തയല്ല, കാരണം അത്രയധികം ആൾക്കാർക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞത് സിസ്റ്റമാറ്റിക്കായി നടക്കുന്ന ഒരു സ്കാമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് എത്രത്തോളം എന്ന് വെച്ചാൽ പല ആളുകൾക്കും ഇപ്പോൾ ഇത്രയധികം മാർക്കിൻ്റെ ആവശ്യമില്ല. എന്തിനത്രയധികം മാർക്ക് വാങ്ങിയിട്ട് കാര്യം? കാരണം ഇത്രയധികം ആൾക്കാർക്ക് ഇത്ര മാർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ലൈഫിൽ? അവർക്ക് ഒരു ഉപകാരവും ഇല്ല. എന്ന് മാത്രമല്ല, മേ ബി ഈ ഒരു മീനും മറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലൊക്കെ വരുന്ന ഹ്യൂജ് ഡിഫറൻസ് മൂലം എന്ത് ചെയ്യുന്നു? അവർക്ക് അർഹതപ്പെട്ട റാങ്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ഈ ഒരു നോർമലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സിലോട്ട് ഈ മെട്രിക്സ്, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീനൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു സൈഡിൽ മാർക്ക് കൂടുതലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, മറ്റേ സൈഡിൽ കുറവാണ്. അപ്പോൾ ഇപ്പുറത്തുള്ള CBSE-കാരെ മാർക്ക് കുറച്ച് കൂട്ടി, മറ്റിടത്തുള്ളവർക്ക് കുറച്ചധികം കുറക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ 2020 നോക്കിയാൽ മതി. 2020 59 മാത്സിൽ മീൻ എന്നുള്ളത്, ഫിസിക്സിൽ 70, അതേപോലെ തന്നെ കെമിസ്ട്രിയിൽ 71. എന്നാൽ ഈ വർഷം അതൊക്കെ 75-76 എന്ത് ചെയ്തു? പോയി. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പിന്തള്ളപ്പെട്ട് പോയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എനിക്കതിൽ വളരെയധികം സങ്കടമുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ. കാരണം ഒരിക്കലും അവരുടെ കുറ്റമോ അവരുടെ തെറ്റോ അല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. ഒരിക്കലും ഇത് കുട്ടികളുടെ കുറ്റമല്ല. പിന്നെ ആരാ അതിൻ്റെ ഇവിടെ പ്രതി നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡ് സർക്കാരാണ്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുകയും വേണം. അല്ലാതെ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല.
ഇവിടെ കുട്ടികൾ ഒരിക്കലും കുറ്റക്കാരല്ല. അവരാരും പറഞ്ഞില്ല ഞങ്ങൾക്ക് കുറേ മാർക്ക് വാരിക്കോരി വേണം എന്നുള്ളത്. ഇവിടെ വേറെ പല കാരണത്താൽ ആളുകൾ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് മാർക്ക് വാരിക്കോരി കൊടുക്കും. ഇതിനെന്താ പരിഹാരം? ഇത്തവണ കോടതിയിൽ പോയിട്ട് കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം കോടതി തന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ള, വളരെ ഫ്രാങ്കായി പറയുകയാണെങ്കിൽ കോടതി തന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ കോടതി തന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ള നോർമലൈസേഷൻ പ്രൊസീജിയറാണ് 2016 അപ്പോൾ ആൾറെഡി പ്രോസ്പെക്ട്സിൽ പ്രസിദ്ധീകരിച്ചാണ് ഇങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇതൊക്കെ വെൽ നോൺ ആയിട്ടുള്ള സംഭവമാണ്. ഇവിടെ വേണ്ടത് നമ്മുടെ പരീക്ഷകളുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ വേണ്ടി എന്ത് ചെയ്യണം, വോയിസ് റേസ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു കേരള എൻട്രൻസിൽ ഒരു കുട്ടി, കേരള സിലബസുകാരനായ ഒരു കുട്ടി 100ന്റെ അടിയിൽ വരാനുള്ള ചാൻസേ വളരെ കുറവാണ്. ഇപ്പോൾ 84 തോന്നുന്നു എനിക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള കേരള എൻട്രൻസിന് ഫുൾ സ്കോർ ചെയ്തിട്ടുണ്ട്. JEE അഡ്വാൻസിന് അടിപൊളിയായിട്ട് റാങ്ക് സ്കോർ ചെയ്ത കുട്ടിയാണ്. എന്നാൽ കേരള എൻട്രൻസിൽ കേരള എൻട്രൻസിനും ഫുൾ പെർസെൻറ്റേജ് സ്കോർ ചെയ്തു, അതേപോലെ തന്നെ സ്റ്റേറ്റിലും ഓൾമോസ്റ്റ് ഫുൾ സ്കോർ ചെയ്തു. എന്നിട്ടും അവന് വന്നിട്ടുള്ളത് 84th റാങ്കാണ്, വിച്ച് ഈസ് ക്വൈറ്റ് എന്താ പറയുക, ക്രൂവൽ, വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ കുട്ടിയല്ല കുറ്റക്കാരൻ, ഇവിടെ ഗവൺമെൻറ്റാണ് കുറ്റക്കാരൻ. സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലയല്ല കുറ്റക്കാരൻ, അതേപോലെ അത് ഇവരൊന്നുമല്ല കുറ്റക്കാരൻ ഗവൺമെൻറ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ കുട്ടികളെ മാർക്ക് ഇൻഫ്ലേറ്റ് ചെയ്ത ഗവൺമെൻറ്റും ഹയർ സെക്കൻഡറി ബോർഡും തന്നെയാണ് കുറ്റക്കാർ എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ എക്സാംസിൻ്റെ ഹയർ സെക്കൻഡറി ബോർഡ് എക്സാംസൊക്കെ നോർമൽ എക്സാംസിലോട്ട് നമ്മൾ മാറ്റി മാന്യമായ മാർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലോട്ട് കൊണ്ടുവരാം. പാസ് പെർസെൻറ്റേജ് കൂടിയോ കുറഞ്ഞോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. ആക്ച്വലി പാസ് പെർസെൻറ്റേജ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുട്ടികളെ നമുക്ക് പാസ്സാക്കി വിടാം, അവർക്കൊരു മിനിമം മാർക്ക് കൊടുക്കുക, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു ഹയർ എൻഡിൽ ഒരുപാട് ആൾക്കാർ വരിക എന്നുള്ളത് ഒരിക്കലും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ലതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി കോർട്ടിൽ പോയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. കാരണം അവിടെ ഇത് അപ്ലൈ ചെയ്ത ഫോർമുലയിലെ മറ്റൊന്നും പ്രശ്നമല്ല, നമ്മുടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലാണ് എന്ത് പ്രശ്നം വന്നിട്ടുള്ളത്. ഇനി ഈ വർഷം എൻട്രൻസ് എക്സാം മാത്രം വെച്ച് സ്വീകരിക്കോ? സാധ്യതയില്ല. കാരണം എൻട്രൻസ് എക്സാം മാത്രം വെച്ചിട്ട് പറ്റില്ല, അവിടെ കുട്ടികൾ പിന്തള്ളപ്പെട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി +2 മാർക്ക് കൊണ്ടുവന്നത്. ഇപ്പം ഞങ്ങളൊക്കെ എൻട്രൻസ് എക്സാം മാത്രം വെച്ചിട്ട് റാങ്ക് ചെയ്യപ്പെട്ട ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാനൊക്കെ. 2010 2011-12 ശേഷമാണ് ഇത് വന്നതെന്ന് തോന്നുന്നു. അന്ന് ഒരുപാട് CBSE സ്റ്റുഡൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഡിസഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, സ്റ്റേറ്റ് സിലബസിന് സ്റ്റുഡൻസിന് ഇത് ഡിസഡ്വാൻറ്റേജ് ആകുന്നു. അപ്പോൾ അന്ന് ഇത് ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കാണാതെ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മളെല്ലാവരോടും വളരെ നീതിപൂർവ്വമാണ് നമ്മൾ പെരുമാറേണ്ടത്, അല്ലേ? അപ്പോൾ ഇവിടെ എക്സാംസിൻ്റെ സ്റ്റാൻഡേർഡ് ഒക്കെ നമ്മൾ ഒരു NCERT ലെവലിലോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എന്താ പറയുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വെച്ചത്. കാരണം ഇതിന് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഫോളോ അപ്പ് മറ്റ് വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.